അനുരാഗമൂലും കിനാവേ കിളിപാടുന്നതപരാധമാണോ? ഇരുളിൽ വിളങ്ങുന്ന പൂവേ നീ വിടരുന്നതപരാധമാണോ? ഒരാളുടെ ഒരു പേഴ്സണൽ കാര്യത്തിന് ഞാൻ അനുവദിച്ചില്ല. അതിന് കുറെ ആൾക്കാർ എന്നോട് പിണക്കം. എന്താണ് കാര്യം എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ആരോടും തെറ്റ് ചെയ്തിട്ടില്ല. നമസ്കാരം. ഞാൻ എന്തിനാണെന്ന് ഈ ലോട്ടറി കടയുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ആ കഥയുടെ പേരാണ് ശ്രീലത. ശ്രീലത ചേച്ചി നമുക്കൊന്ന് പരിചയപ്പെടാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ശ്രീലത എന്നാണ്. എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിലാണ്. ചേർത്തലയിൽ മാടക്കൽ എന്ന് പറയും, അവിടെയാണ്. ഞാനൊരു ഭിന്നശേഷിക്കാരിയാണ്, വയ്യാത്ത ഒരാളാണ്. 8-ാം മാസം മുതൽ നടന്നിട്ട് 1.5 വയസ്സ് വരെ നടന്നു. പോളിയോ എന്ന അസുഖം വന്നു, എൻ്റെ കാലൊരെണ്ണം തളർന്നുപോയി. മുട്ടിൽ നിറങ്ങിയിട്ടാണ് ഇപ്പോഴും വീട്ടിൽ നടക്കുന്ന. അങ്ങനെയാണ്. ഞാനൊരു കലാകാരിയും കൂടിയാണ്. ഞാൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ജീവിതമാർഗം വഴിമുട്ടിയ ഒരു അവസ്ഥയിലാണ് ഞാൻ. ഒരു ലോട്ടറി കടയൊക്കെ തുടങ്ങി, അത് കടം വന്ന് ഭയങ്കര പ്രശ്നമായി, നിർത്തേണ്ട അവസ്ഥ വന്നു. ഒരുപാട് കടം വന്നു, നിർത്തിക്കളഞ്ഞു ആ കട. അതിനുശേഷം എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ വീട്ടിലിരുന്ന സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു കട തുടങ്ങുന്നുണ്ട്, ചേച്ചി അവിടെ ഇരിക്കാൻ പറ. അത് തുടങ്ങിയിട്ടേ ഉള്ളത്, നമുക്ക് നിസ്സാര വരുമാനമേ ഉള്ളൂ. 200 രൂപ ഒരു ദിവസം വരുമാനത്തിലാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന. കച്ചവടം കുറവാണ്. 60 ടിക്കറ്റൊക്കെ വെട്ടി കഴിഞ്ഞാൽ അതിൻ്റെ വാടക കൊടുക്കണം, എനിക്ക് 200 രൂപ തരണം, അതിനകത്ത് എന്ത് കിട്ടാനാണ്? അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ കട മുന്നോട്ട് പോകുന്ന കാര്യം തന്നെ സംശയത്തിലാണ്. ഇപ്പോൾ 80 വയസ്സുള്ള ഒരു അമ്മയാണ് എൻ്റെ കൂടെ ഉള്ളത്. 88 വയസ്സുണ്ട്. ഞാൻ ഈ 50 വയസ്സ് കഴിഞ്ഞ് ഞാൻ 88 വയസ്സായ അമ്മയെ നോക്കേണ്ട ഒരു അവസ്ഥയാണിപ്പോൾ. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തൈറോയ്ഡ് എന്നൊരു വലിയൊരു മഹാരോഗം എനിക്കുണ്ട്. അതിൽ നിന്ന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഞാൻ. എനിക്ക് സ്കിൻ അലർജി ഉണ്ട്, തുമ്മല്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ പോളിയോ വന്ന സമയത്ത് തന്നെ 1-2 എൻ്റെ സൈഡിലെ ജോയിൻസുകൾ നഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നല്ലപോലെ സൈഡിന് വേദനയുണ്ട്. വല്ലാത്ത വേദനയാണ്, നീര് വീഴുമ്പോഴുള്ള വേദന. അത് നടക്കുമ്പോൾ ഉണ്ടാവും, നീര് വീഴും. പക്ഷെ അതിന് മെഡിസിൻ എടുക്കുന്ന വെച്ചാൽ ഞാൻ അലോപ്പതി കഴിക്കാൻ പേടിയെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ആമാശയം ഒരു പടി കയറിയാണ് നിൽക്കുന്നത്. അതെനിക്ക് നേരത്തെ ഉണ്ടായ അസുഖത്തിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഹൈ മരുന്നൊന്നും കഴിക്കാൻ പറ്റില്ല. ഇന്നും ആഹാരത്തിന് മുന്നേ ഒരു ഗ്യാസിൻ്റെ ടാബ്ലറ്റ് കഴിച്ചെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റൂ. ഓർക്കാതെ എങ്ങനെ അത് കഴിച്ചില്ല എങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ നെഞ്ചിരിച്ചിലും ഭക്ഷണം കഴിക്കാനും പറ്റില്ല. വീട്ടിൽ ഫുഡ് ഉള്ള വക അത് കണ്ടെത്തണം, കറണ്ട് ചാർജ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളോടെ കടന്നു പോയിക്കൊണ്ട ആളാണ്. എങ്ങനെയൊക്കെയോ ആരുടെയൊക്കെയോ സഹായം കൊണ്ട് തട്ടിയും മുട്ടിയും മുന്നോട്ട് പോകുന്നതല്ലാതെ നല്ല രീതിക്ക് ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് വലിയൊരു ഗായികയാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് ആഗ്രഹിച്ചു. എൻ്റെ ജീവിതം ഒരു പാട്ടാക്കിയിട്ടുണ്ട്, ജീവിതകഥ ഒരു ആൽബം ആക്കിയിട്ടുണ്ട്. എൻ്റെ കാര്യങ്ങൾ ഒരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെ പരിചയപ്പെട്ട ഒരു പട്ടാളക്കാരനാണ് ബിനീഷ്. അവനാണ് എന്നെ കൊണ്ട് ഈ പാട്ട് പാടിച്ചത്. അവൻ ചോദിച്ചറിഞ്ഞ കാര്യങ്ങൾ എൻ്റെ ജീവിതം മൊത്തം മനസ്സിലാക്കിയിട്ട് രാജേഷ് റോഷൻ പത്തനാപുരം ഒരുപാട് ആൽബം ചെയ്തിട്ടുള്ള ഒരു വലിയൊരു എഴുത്തുകാരനാണ്. അദ്ദേഹമാണ് ഇത് എഴുതിയത്. ബൈജു സരിഗമ ഈണം നൽകി തിരുവരങ്ങ കൂട്ടായ്മ പുറത്തിറക്കിയ ഒരു ഗാനമാണത്. കുഞ്ഞാറ്റക്കിളികൾ എന്നാണ് ആൽബത്തിൻ്റെ പേര്. അനുരാഗമൂലും കിനാവേ കിളിപാടുന്നതപരാധമാണോ? ഇരുളിൽ വിളങ്ങുന്ന പൂവേ നീ വിടരുന്നതപരാധമാണോ? ശാന്തമായി തലോടും കുളിർക്കാ
ദീപാങ്കുരങ്ങൾ തൻ സ്നേഹാർദ്രനൊമ്പരം കാണാൻ മറന്നു പോയോ മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളെ. ഞാൻ ഇന്ന് വരെ ഒരിക്കലും വന്ന വഴി മറക്കുന്ന ഒരാളല്ല. എനിക്കൊരു 10 പൈസ അറിയാതെ അവിടുന്നെന്നടുത്തു വന്നു, അറിയാതെ തന്നെ എൻ അകത്തു വന്നു. ജീവന്റെ ജീവനിൽ സ്വപ്നങ്ങൾ വിരിച്ചിട്ട പൂവണി മഞ്ചത്തിൽ ഭവാനിരുന്നു. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, എന്നാർദ്ര നയനങ്ങൾ തുടച്ചില്ലല്ലോ. എന്നാത്മവിപഞ്ചിക തന്ത്രികൾ മീട്ടിയ സ്പന്ദന ഗാനമൊന്നും കേട്ടില്ലല്ലോ.